കൂടി നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗതം സുസ്വാഗതം, സദാനന്ദ ഗൗഡയ്ക്ക് സ്വാഗതം. ആഗതം സുസ്വാഗതം, സദാനന്ദ ഗൗഡയ്ക്ക് സ്വാഗതം. കെ സുരേന്ദ്രന് സ്വാഗതം, കെ സുരേന്ദ്രന് സ്വാഗതം. ഹലോ, പുതിയൊരു കേരള സൃഷ്ടിക്കായി, പുതിയൊരു കേരള സൃഷ്ടിക്കായി മോദിജിയുടെ ഗ്യാരണ്ടി, മോദിജിയുടെ ഗ്യാരണ്ടി. കേരളത്തിൻ സമരനായകൻ, കേരളത്തിൻ സമരനായകൻ KSന് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. സദാനന്ദ ഗൗഡയ്ക്ക് അഭിവാദ്യങ്ങൾ. സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം. സദാനന്ദ ഗൗഡയ്ക്ക് സ്വാഗതം, സദാനന്ദ ഗൗഡയ്ക്ക് സ്വാഗതം. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്, ജയ് ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ കെ സുരേന്ദ്രൻ കി ജയ്, ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP, ജയ് ജയ് BJP. പ്രിയമുള്ളവരെ, സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കേരള ഘടകം NDA ചെയർമാനുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രജി നയിക്കുന്ന കേരള പദയാത്രയുടെ വടകര പാർലമെന്റ് മണ്ഡലം ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വേദിയിൽ അടുത്തതായി നടക്കുന്ന കാര്യപരിപാടി വന്ദേ മാതരം. കുമാരി നയനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗത പ്രഭാഷണമാണ്. ഇതിനുവേണ്ടി വടകര ലോക്സഭാ മണ്ഡലം കൺവീനറും BJPയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ N ഹരിദാസ് അവർകളെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾ കേരളം ഇന്ന് അധോഗതിയിലേക്ക് പോകുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. കാരണം എന്നും കടമെടുത്തുകൊണ്ട് ഓരോ മനുഷ്യജീവനെയും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒന്നിച്ച് മത്സരിക്കുകയും കേരളത്തിൽ വന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും UDFും LDFും ചക്രത്തി പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒന്നിക്കുകയും കേരളത്തിലെത്താൽ വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഈ മുന്നണികളുടെ കപടമുഖം വ്യക്തമാക്കുന്നതിനു വേണ്ടി ആണ് കേരള പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇരു മുന്നണികളും കേരളത്തിന് ശാപമായി മാറിയിരിക്കുകയാണ്. എന്നാൽ കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടാണ്, കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടിയാണ്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന വികസന പദ്ധതികളാണ് കേരളം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് ഇന്ന് വടകരയിൽ ഈ കേരള പദയാത്ര തുടങ്ങുന്നത്. ഈ പദയാത്ര നയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സമരനായകൻ, ഇരു മുന്നണികളെയും കേരളത്തിൽ അവർ നടത്തുന്ന കോപ്രായങ്ങളും കെടുകാര്യസ്ഥതയും അഴിമതിയും ദുർഭരണവും, ആ ഭരണത്തെ ഒരു മടിയുമില്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് സമരനായകൻ ഈ കേരളത്തിലെ സമരഭൂമിയിൽ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കേരളത്തിൻ്റെ സമരനായകനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ. അദ്ദേഹമാണ് നമ്മുടെ ഇന്ന് ഈ കേരള പദയാത്ര ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നയിക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് ആദരനായിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നേരത്തെ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയുമായിട്ടുള്ള സദാനന്ദ ഗൗഡാജിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ പ്രാഥമിക കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം പറയുക എന്നതാണ്. ഈ വൈകിയ വേളയിൽ കൂടുതൽ പറയാതെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ദേശീയ സമിതി അംഗം, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇൻചാർജുമായിട്ടുള്ള KP ശ്രീശൻ മാസ്റ്റർ അവറുകളാണ്. ആ ശ്രീശൻ മാസ്റ്റർ അവറുകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ
കേരളത്തിലെ നിരവധി ചരിത്ര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ പോരാട്ട ഭൂമിയായിട്ടുള്ള വടകര, പൈതൃക ഭൂമിയായിട്ടുള്ള വടകര, ആ വടകരയുടെ മണ്ണിൽ ഇന്ന് പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും കേരളം എങ്ങോട്ടാണ് എന്നതിൻ്റെ സൂചനയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ. ഇവിടെ നേരത്തെ പല പാർട്ടിയിലും പ്രവർത്തിച്ച ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർക്ക് ഈ ഇടത് വലത് മുന്നണികളുടെ കപടമുഖം വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ നമ്മുടെ പാർട്ടിയിൽ ചേർന്ന് കൊണ്ടിരിക്കുന്നത്. ഓരോ പാർലമെന്റ് മണ്ഡലം കഴിയുമ്പോഴും ഈ സമരം, ഈ ജാഥ ആളുകളുടെ എണ്ണം കൊണ്ട്, ബാഹുല്യം കൊണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജാഥയായി കേരള പദയാത്ര മാറുകയാണ്. ആ കേരള പദയാത്ര നയിക്കുന്നത് നമ്മുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള കെ സുരേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള കർണാടകത്തിലെ നേരത്തെ മുഖ്യമന്ത്രിയും നേരത്തെ റെയിൽവേ മന്ത്രിയുമായിട്ടുള്ള, കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ടുള്ള സദാനന്ദ ഗൗഡാജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വടകരയുള്ള പൗരാവലിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും ഈ പ്രവർത്തകർക്ക് വേണ്ടി ഈ സ്വാഗതം പറയുന്നു. അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന PK കൃഷ്ണദാസ്, നമുക്കെല്ലാവർക്കും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. മുൻ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള PK കൃഷ്ണദാസ്ജിയെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ MT രമേശ് ജി, വടകരക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ എന്നും സുപരിചിതനായിട്ടുള്ള, നമ്മുടെ ഇടയിൽ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ജിയെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. P രഘുനാഥ്, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, നമ്മുടെ ജില്ലക്കാരനുമായിട്ടുള്ള നിങ്ങളുടെ ഇടയിലെ ഒരുവനായി പ്രവർത്തിക്കുന്ന രഘുനാഥ് ജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രകാശ് ബാബു, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, BJPയുടെ സംസ്ഥാന സെക്രട്ടറി, കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ VK സജീവൻ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, ഏത് നിമിഷവും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന സജീവൻ, ആ സജീവനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രഫുൽ കൃഷ്ണ, യുവമോർച്ചയുടെ നേരത്തെ ഇവിടെ സംസാരിച്ചു. യുവമോർച്ച കേരളത്തിലെ അറിയപ്പെടുന്ന സംഘടനയാക്കി മാറ്റിയ, കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള പ്രസംഗങ്ങൾ നടത്തി ഈ കേരളീയ ജനതയെ ആവേശം കൊള്ളിച്ച്, യുവാക്കളെ ആവേശം കൊള്ളിക്കുന്ന ഈ ജില്ലക്കാരനായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പത്മനാഭൻ, BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, നിങ്ങളുടെ ഈ ജില്ലക്കാരനായിട്ടുള്ള ശ്രീ പത്മനാഭ്ജിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ പത്മനാഭൻ അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. P സത്യപ്രകാശ്, BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും മുൻ കണ്ണൂർ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള P സത്യപ്രകാശിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാബു പുതിയപ്പാറ, BDJ-ത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. VB രാജേന്ദ്രൻ, SJDയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് VB രാജേന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MN ഗിരി, നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി MN ഗിരി അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് കാളിയത്ത്, കാമരാജ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സന്തോഷ് കാളിയത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിരവധി ആളുകൾ, ഓരോ ആളുകളുടെയും പേരെടുത്ത് പറയാം, ചുമതലകൾ പറയാൻ സമയമെടുക്കും. കാരണം ഏകദേശം നമ്മൾ വൈകിട്ടാണ് ഈ യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചുമതലകൾ പറയാതെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. രാജൻ ചൈത്രം, വിജയൻ തലായി, AC സുധീന്ദ്രനാഥ്, ശ്രീമതി രജീന്ദ്ര ദേവി, ജയേഷ് നിലത്ത്, മുകുന്ദൻ പള്ളിയറ, M മോഹനൻ മാസ്റ്റർ, രാമദാസ് മണലേരി, TK പ്രഭാകരൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ശിവസേനയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് രാജീവ് രാജധാനി, അതുപോലെ BDJസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മനീഷ്, TK പ്രഭാകരൻ മാസ്റ്റർ, വിജയബാബു മാസ്റ്റർ, MB സുമേഷ്, MB രാജേട്ടൻ, വിജയലക്ഷ്മി ടീച്ചർ, ധനഞ്ജയൻ, CP സംഗീത, അഡ്വക്കേറ്റ് രത്നാകരൻ, ജുബിൻ ബാലകൃഷ്ണൻ, EP ബിജു, മധു പുഴയരകത്ത്, PP മുരളി, VK ജയൻ, അതുപോലെ
പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായിട്ടുള്ള ശ്രീശൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ BJPയുടെ ജനകീയ മുഖം, ആദർശ രാഷ്ട്രീയത്തിൻ്റെ, ലളിത രാഷ്ട്രീയത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മുടെ പ്രിയപ്പെട്ട മാഷ് ശ്രീശൻ മാഷെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരത് മാതാ കീ. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സദാനന്ദ ഗൗഡാജി, യാത്രാനായകൻ NDAയുടെ ചെയർമാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ അവർ, പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ P.K. കൃഷ്ണദാസ് ജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ T. രമേശ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ രഘുനാഥ്, സെക്രട്ടറി പ്രകാശ് ബാബു, കോഴിക്കോട് വടകര ജില്ലാ അധ്യക്ഷന്മാർ ശ്രീ സജീവൻ N. ഹരിദാസ്, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ, ഓഫീഷ്യൽ സ്പോക്സ്മാൻ ശ്രീ പത്മനാഭൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ സത്യപ്രകാശ്, BDJS സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബാബു പൂതമ്പറ, SJD സ്റ്റേറ്റ് പ്രസിഡന്റ് VV രാജേന്ദ്രൻ, നാഷണൽ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി MN ഗിരി, ശ്രീ സന്തോഷ് കാളിയത്ത്, കാമരാജ് കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് BJPയുടെയും NDAയുടെയും ആദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര 3 പാർലമെന്റ് മണ്ഡലങ്ങൾ പിന്നിട്ട് ചരിത്രമുറങ്ങിക്കിടക്കുന്ന കടത്തനാടിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരുമായി സംവദിച്ച് അവരുടെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങി യാത്രാനായകൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന, യാഥാർത്ഥ്യമാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാശയമാണ് ഈ യാത്രയുടെ ഭാഗമായി നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ഭാവി സ്വപ്നം കണ്ട മലയാളിയുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്ന ഇരുമുന്നണികൾക്കും മലയാളികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാനായില്ല എന്ന നഗ്ന സത്യം നമ്മുടെ മുമ്പാകെ ഉണ്ട്. അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ, അനന്തമായ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥത കാണിക്കാത്ത, വിഷനില്ലാത്ത, കാഴ്ചപ്പാടില്ലാതെ പോയ ഭരണാധികാരികളുടെ തെറ്റായ നയമാണ് ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതുവഴി കടന്നുപോയ ഒരു യാത്ര പരാമർശിക്കാതെ വയ്യ.
നിയമസഭയ്ക്ക് താഴിട്ട് മുഖ്യമന്ത്രിയും പരിവാരവും നടത്തിയ പഞ്ചനക്ഷത്ര യാത്ര, അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും കേരളത്തിൽ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. യാത്ര കഴിഞ്ഞിട്ടൊരു മാസം കഴിഞ്ഞു. യാത്ര കൊണ്ട് എന്ത് നേടി എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ നേതാക്കന്മാരിന്ന് ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ തെരുവോരങ്ങൾ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചു. സഖാക്കളെ കയറൂരി വിട്ട് അക്രമത്തിന് പ്രേരിപ്പിച്ച് കേരളം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അരാജകത്വത്തിലേക്ക് വലിച്ച് എറിഞ്ഞു എന്നതല്ലാതെ എന്ത് നവകേരളമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സൃഷ്ടിക്കാനായത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളം ഇന്നൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ എൻ്റെ ആമുഖ അധ്യക്ഷ ഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രാജ്യം, കേരളം ഇന്നുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അതീവ സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തിയില്ല എന്ന് നമുക്കറിയാം. കടം വാങ്ങിയ കടത്തിൻ്റെ പലിശ വീട്ടാൻ വേണ്ടി വീണ്ടും എവിടെ നിന്ന് കടം വാങ്ങാമെന്ന് ഗവേഷണം നടത്തുന്ന, അളോഹരി കടബാധ്യത നിമിഷമെന്ന വണ്ണം കുത്തനെ മുകളിലോട്ട് ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു നാടിൻ്റെയും ഭാവി പുതുതലമുറയുടെ കൈകളിൽ നിക്ഷിപ്തമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു. വിദ്യാർത്ഥികൾ കേരളം വിടുകയാണ്. തൊഴിലവസരങ്ങൾ സഖാക്കൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. നിരാശരായ ചെറുപ്പക്കാർ കേരളം വിടുകയാണ്. പതിയെ പതിയെ കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണ്. ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കും വാർദ്ധക്യകാലത്ത് മക്കൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന്. പക്ഷേ വേദനയോടെ രക്ഷിതാക്കള് നിറഞ്ഞ കണ്ണുകളോടെ മക്കളെ നാട് കടത്തുകയാണ്. മക്കളെ നാട് കടത്തുന്ന, നിറഞ്ഞ കണ്ണുകളോടെ മക്കളെ നാട് കടക്കുന്ന രക്ഷിതാക്കളുടെ നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ഇതിനൊരു മാറ്റമുണ്ടാകണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യാത്ര. മോദിജിയുടെ ഗ്യാരണ്ടി, വികസന നായകനായ, ലോകരാഷ്ട്രങ്ങൾ ആദരവോടുകൂടി നോക്കിക്കാണുന്ന നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയുടെ പിൻബലത്തിൽ മലയാളികൾ സ്വപ്നം കണ്ട കേരളം, സമ്പന്നമായ കേരളം, സമൃദ്ധമായ കേരളം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യാത്ര. ആ യാത്രയുടെ പുറകിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി ഹാരാർപ്പണമാണ്. വടകര പാർലമെന്റ് മണ്ഡലം കേരള പദയാത്രയുടെ ഈ ഉദ്ഘാടന വേദിയിൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായിട്ടുള്ള ശ്രീ സദാനന്ദ ഗൗഡാജിയെ ഹാരാർപ്പണം ചെയ്യാൻ വേണ്ടി കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കാളിയത്ത് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ഭോലോ ഭാരത് മാതാ കീ. അടുത്തതായി ജാഥ ക്യാപ്റ്റൻ, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ NDA കേരള ഘടകം ചെയർമാനുമായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രജിയെ ഹാരമണിയിക്കാൻ വേണ്ടി BJP സംസ്ഥാന സമിതി അംഗം ശ്രീ P. വിജയബാബു മാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അദ്ദേഹത്തിന് പുഷ്പഹാരമണിയിക്കാൻ വേണ്ടി അടുത്തതായി ഹാരമണിയിക്കാൻ വേണ്ടി N. ഹരിദാസ് അവർകളെയും ശ്രീ മോഹനൻ മാസ്റ്ററെയും ക്ഷണിച്ചുകൊള്ളുന്നു.
जय बोलो भारत माता की जय। जय भारत माता, जय जय भारत माता। നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രജി സദാനന്ദ ഗൗഡജിയെ ഹാരമണിയിക്കുന്നു. അതിനുവേണ്ടി സുരേന്ദ്രജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം ശ്രീ ഗൗഡജി. ജയ് ജയ് ഭാരത് മാതാ. ശ്രീ സദാനന്ദ ഗൗഡജി നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ ഷാൾ അണിയിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയ് ഭോലോ ഭാരത് മാതാ കി. ഈ നമ്മുടെ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിക്കാൻ വേണ്ടി 14 മണ്ഡലം പ്രസിഡന്റുമാരും BJPയുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ 14 വടകര മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെ BDJSന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ പൈലി വാത്യാട്ട് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ 14 മണ്ഡലം പ്രസിഡന്റുമാരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നരിപ്പറ്റ മണ്ഡലം സുനിൽ കുമാർ, നാദാപുരം രഞ്ജിത്ത് KK, കുറ്റ്യാടി OP മഹേഷ്, വില്യാപ്പള്ളി MK രജീഷ്, പേരാമ്പ്ര രാകേഷ് തർമൽ, മേപ്പയൂർ നാരായണൻ നാഗത്ത്, കൊയിലാണ്ടി ജയ്ഗേഷ്, കതിരൂർ സന്തോഷ്, വടകര വ്യാസൻ, ഒഞ്ചിയം വിനീഷ്, തലശ്ശേരി ലിജേഷ്, പാനൂർ VP ഷാജി, പയ്യോളി MK ബൈജു, കൂത്തുപറമ്പ് സുരേഷ് ബാബു. അതുപോലെ ഹാരമണിയിക്കാൻ വേണ്ടി ST മോർച്ച ജില്ലാ അധ്യക്ഷൻ അനീഷ് MCയെ ക്ഷണിച്ചുകൊള്ളുന്നു. കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയേഷിനെയും നമ്മുടെ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണനെയും നമ്മുടെ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള സുരേന്ദ്രജിയെ ഷാളണിയിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെയും ജാഥ ക്യാപ്റ്റനായ സുരേന്ദ്രജിയെ ഹാരമണിയിക്കാൻ വേണ്ടി NDAയിലെ മുഴുവൻ ഘടകകക്ഷികളെ നേതാക്കന്മാരെയും ക്ഷണിക്കുകയാണ്. തുടർന്ന് നമ്മുടെ ഈ വേദിയിൽ നമ്മളോട് സംസാരിക്കുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരള പദയാത്രയുടെ ജാഥ ക്യാപ്റ്റനുമായിട്ടുള്ള NDA കേരള ഘടകം ചെയർമാനുമായിട്ടുള്ള ശ്രീ സുരേന്ദ്രജിയാണ്. അദ്ദേഹത്തെ BDJSന്റെ സംസ്ഥാന സെക്രട്ടറി മനീഷ് നമ്മുടെ സുരേന്ദ്രജിയെ ഷാൾ അണിയിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രജി നമ്മളോട് നമ്മുടെ കഴിഞ്ഞ 2-3 മാസം മുന്നേ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ മഹാസമ്പർക്കം നടത്തിയിട്ടുണ്ട്. ആ മഹാസമ്പർക്കത്തിൽ തലശ്ശേരിയിൽ തലായിലെ 96-ാം ബൂത്ത്, ആ ബൂത്തിൽ നമുക്ക് 2 കാലിനും അംഗവൈകല്യമുള്ള ഒരാൾ പ്രദീപട്ടൻ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാ വീടുകളിലും നമ്മുടെ ഈ സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരിട്ട് പോവുകയും ഈ മഹാസമ്പർക്കത്തിൽ പങ്കെടുത്ത് ആ ബൂത്തിലെ മുഴുവൻ വീടുകളിലും നമ്മുടെ ലഘുലേഖ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ഹാരാർപ്പണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. जय बोलो भारत माता की.
ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഇന്നത്തെ കേരള പദയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ ഇടയിൽ എത്തിയിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പാൻ്റ് ഒഴിവാക്കി ഒരു മുണ്ടുടുത്താൽ തികഞ്ഞ മലയാളിയായി അറിയപ്പെടുന്ന ശ്രീ സദാനന്ദ ഗൗഡാജി. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള റെയിൽവേയുടെ മന്ത്രിയായിരുന്നു, ദീർഘകാലമായിട്ട് പാർലമെൻറ്റേറിയനാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇത്രയും പദവികളെല്ലാം ഉണ്ടായിട്ടും ഒരു സാധാരണക്കാരനെ പോലെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സദാനന്ദ ഗൗഡാജി, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്, മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട PK കൃഷ്ണദാസ് ജി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ KP ശ്രീശൻ മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, BDJSൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പൈലി വാത്യാട്ട്, ശ്രീ MN ഗിരി, VV രാജേന്ദ്രൻ, സന്തോഷ് കാളിയത്ത്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിരവധി, ബാബു പുത്തൻപുര, സന്നിഹിതരായിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. എല്ലാവരുടെയും പേര് പദയാത്ര തുടങ്ങാൻ വൈകിയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആദരണീയരായിട്ടുള്ള നേതാക്കളെ, ഈ പദയാത്രയിൽ അണിനിരക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വടകരയിലെ നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കാനല്ല, സദാനന്ദ ഗൗഡയുടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പദയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആരംഭിച്ചത്. കാസർഗോഡും കണ്ണൂരും വയനാടും കടന്നാണ് പദയാത്ര വടകരയിലെത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും ഈ പദയാത്രയിൽ ജനങ്ങളുടെ അഭൂതപൂർവമായിട്ടുള്ള സ്നേഹാദരവുകളാണ് ഈ പദയാത്രയിലുടനീളം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ പദയാത്രയെ സ്വീകരിക്കാൻ രാത്രിയും 8 മണി 8:30 മണിയാവും ഈ പദയാത്ര അവസാനിക്കാൻ. പക്ഷേ അപ്പോഴും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ പദയാത്രയെ വരവേൽക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും നിങ്ങൾ കണ്ടു കാണും. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഉറപ്പല്ല. പിണറായി വിജയൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പറയുന്നതൊന്നും പാലിക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നതേ പറയുള്ളൂ. പറഞ്ഞതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി വിജയിച്ച മാതൃകയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഞങ്ങൾ ഇന്ന് രാവിലെ ഈ നിങ്ങളുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രി, ഇപ്പോഴത് ജില്ലാ ആശുപത്രിയായിട്ട് ഉയർന്നിരിക്കുന്നു. അവിടെ 92 കോടി രൂപയാണ് കഴിഞ്ഞ 2 മാസം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അവിടുത്തെ വികസനത്തിന് വേണ്ടി അനുവദിച്ചത്. 92 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. അതിനു മുമ്പ് 42 ഡയാലിസിസ് യൂണിറ്റുകൾ, അതിൻ്റെ യന്ത്രങ്ങൾ 42 എണ്ണം നരേന്ദ്രമോദി സർക്കാർ ഈ താലൂക്ക് ആശുപത്രി കൊടുത്തിരിക്കുന്നു. ഇതൊരു ചെറിയ ആശുപത്രിയുടെ കാര്യം മാത്രമാണ്, 1 കൊല്ലം കൊടുത്ത കാര്യം മാത്രമാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ, കേരളത്തിലെ സർക്കാർ ആഫീസുകളിൽ, കേരളത്തിലെ വിവിധ മന്ത്രാലയങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത്. ഈ വടകര റെയിൽവേ സ്റ്റേഷൻ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വടകര റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്തായിരുന്നു? ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ്
ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി 1-2 കൊല്ലം കഴിയുമ്പോൾ വടകര റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ്. മോദി കാരണമാണ്, പിണറായി വിജയൻ കാരണമല്ല. ഇവിടെ ദേശീയപാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മാഹി തലശ്ശേരി ബൈപ്പാസ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലാണ്, വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ്. ആ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. അതിമനോഹരമായ ബൈപ്പാസ് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം മരുമകൻ മന്ത്രി, ഇപ്പോൾ പഴയ മന്ത്രിയല്ല, തടിച്ച് നല്ല കൊഴുത്തിരിക്കുന്നു, ഒരു ഇറുകിയ കളസറായും ടീഷർട്ടും ഒക്കെ ഇട്ട് അയാൾ നടക്കുകയാണ് രാവിലെ, പ്രഭാത സവാരി. എന്നിട്ട് പറയാണ്, ഇതാ എൻ്റെ സർക്കാരിൻ്റെ നേട്ടം. ഏത്? തലശ്ശേരി മാഹി ബൈപ്പാസ്. പിണറായി വിജയൻ അവകാശപ്പെടുന്നതെല്ലാം മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരിലുള്ള ഊറ്റംകൊള്ളലുകളാണ്. സ്വന്തമായ ഒരു പദ്ധതിയും പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനം 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ ദേശീയപാത വികസനത്തിനായി ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്ട്സ്, നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ. കേരളത്തിന്റെ സർവ്വ മേഖലയിലും നരേന്ദ്രമോദി സർക്കാർ കൈയച്ച് സഹായിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ, കുടുംബാംഗങ്ങൾ എല്ലാം ആ പണം കൊള്ളയടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, NHM ദേശീയ ആരോഗ്യ മിഷൻ കേന്ദ്ര പദ്ധതിയാണ്. ആ ആരോഗ്യ മിഷന്റെ സ്ഥാപനങ്ങളിൽ 13,265 നിയമനങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നടന്നു. സംസ്ഥാനത്ത് 13,275 നിയമനങ്ങൾ. അത് മുഴുവൻ കേന്ദ്രത്തിന്റെ പണം ഉപയോഗിച്ച് ഈ നാട്ടിൽ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടിയുള്ള നിയമനങ്ങളാണ്. ഒരു നിയമനം മാത്രമാണ് സുഹൃത്തുക്കളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിയമിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ നിയമനങ്ങളും CPMന്റെ പാർട്ടി ഓഫീസിൽ നിന്നാണ് നിയമിച്ചിരിക്കുന്നത്. ഞാനും കൃഷ്ണദാസിയും സജീവനും ഹരിദാസനും ഒക്കെ രാവിലെ ഈ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ എത്ര ജീവനക്കാരുണ്ടെന്ന്. സൂപ്രണ്ട് ഞങ്ങളോട് പറഞ്ഞു 110 താൽക്കാലിക ജീവനക്കാരുണ്ടെന്ന്. 110 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നു. എവിടുന്നാണ് നിയമിച്ചിരിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാരെ, ഡോക്ടർമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമനങ്ങളെല്ലാം പാർട്ടി ഓഫീസിൽ നിന്നാണ്. ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പറയുന്നവരെ നിയമിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ്. തൊഴിലില്ലായ്മ പെരുകുകയാണ് സംസ്ഥാനത്ത്. CPM പ്രവർത്തകർക്ക് മാത്രമാണ് ഇവിടെ തൊഴിൽ ലഭിക്കുന്നത്, പുറംവാതിൽ നിയമനങ്ങൾ ലഭിക്കുന്നത്. ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ മുഴുവൻ വഴിയാധാരമാക്കുകയാണ് പിണറായി വിജയൻ. എന്നിട്ട് പറയുകയാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. കേരളത്തെ ഒരു തരത്തിലും കേന്ദ്രം അവഗണിക്കുന്നില്ല. ഇന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നത് മോദിയുള്ളത് കൊണ്ടാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി മരുന്ന് കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ അംഗനവാടികളിൽ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിലുള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ അംഗൻവാടി ടീച്ചർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ടാണ്. ഇവിടുത്തെ കുടുംബശ്രീയിലെ അമ്മമാർക്ക് വായ്പ കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന പണം കൊണ്ടാണ്. ഇവിടുത്തെ കൃഷിഭവനുകളിൽ കൃഷിക്കാർക്ക്, ക്ഷീരകർഷകർക്കും പാവപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ്. പിണറായി വിജയന്റെ സംഭാവന ഇതിലൊന്നുമില്ല. അരി കൊടുക്കുന്നു മോദി, 5 കിലോ അരി പാവപ്പെട്ടവർക്ക് സൗജന്യം. കേരളം കൊടുക്കുന്ന അരിയുണ്ടല്ലോ, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന അരി, ആ അരിക്കും 1 കിലോയ്ക്ക് 29 രൂപയും കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. 3 രൂപയാണ് സംസ്ഥാനത്തിന്റെ ചെലവ്. എന്നിട്ട് അയാൾ പറയുകയാണ് ഇത് കേരളം മുന്നോട്ട് പോവുകയാണ്. നമ്പർ 1 PMAY ലൈഫ് മിഷൻ എന്നാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞത്. സർക്കാർ കൊടുക്കുന്ന പണമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്?
എന്തുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്ന പണം ഗ്രാമീണ മേഖലയിലെ ഭവന നിർമ്മാണ പദ്ധതിയിൽ നിങ്ങളത് കാണിക്കാൻ തയ്യാറായില്ല? ഇപ്പൊ കേന്ദ്രം പറഞ്ഞു PMAYക്ക് ഇനി വീട് അനുവദിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണത്തിന് കണക്ക് കാണിക്കണം, അത് എഴുതി വെക്കണം. പിണറായി വിജയൻ പറയുകയാണ് ബ്രാൻഡിങ് പറ്റില്ല. മിസ്റ്റർ പിണറായി വിജയൻ നാട് നീളെ ദേശീയപാത വികസനത്തിലും റേഷൻ ഷാപ്പിന് മുമ്പിലും ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിലും സ്വന്തം മരുമകന്റെയും താങ്കളുടെയും പടം അച്ചടിച്ച് കേന്ദ്രത്തിന്റെ പദ്ധതികൾ നിങ്ങൾ അടിച്ചു മാറ്റാനാണ് തീരുമാനമെങ്കിൽ അതിനി കേരളത്തിൽ നടക്കില്ല. നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശിനും നിങ്ങൾ കണക്ക് പറയണം. ഇത് കേന്ദ്രം നൽകുന്ന പദ്ധതിയാണ്. ശൗചാലയങ്ങൾ കേന്ദ്രം കൊടുക്കുന്നു, നിങ്ങളുടെ ശുചിത്വ മിഷന്റെ ഭാഗമാക്കി മാറ്റുന്നു. ജൽജീവൻ മിഷൻ ഓരോ വീട്ടിലും പൈപ്പ് വെള്ളം കേന്ദ്രമാണ് 60%, നിങ്ങൾ സ്വന്തം പദ്ധതിയാക്കി മാറ്റുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കേന്ദ്രം കൊടുക്കുന്നു, നിങ്ങളത് സ്വന്തം പദ്ധതിയാക്കുന്നു. ആശാ വർക്കർമാരുടെ ശമ്പളം കേന്ദ്ര വിഹിതമാണ്, ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിലും കേന്ദ്ര വിഹിതമുണ്ട്. ഇത്രയും കാലം നിങ്ങളത് മറച്ചുവെച്ചു. നിങ്ങളെല്ലാം പദ്ധതികൾ അടിച്ചു മാറ്റുകയാണ്. അത് ഇനി നടപ്പില്ല. കേരള പദയാത്ര നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ ഓരോന്നെണ്ണി എണ്ണി കേരളത്തിലെ 4 കോടി ജനങ്ങളെയും അറിയിക്കാനുള്ള ഒരു പദയാത്രയാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അടിച്ചു മാറ്റുകയാണ് ഇതെല്ലാം. അമ്മായിയപ്പനും മരുമകനും മകളും ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഭരണമാണ്. ഇന്ന് പിണറായി വിജയൻ മാസപ്പടി വിവാദത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. മാസപ്പടി വിവാദത്തിൽ മകൾക്ക് അനധികൃതമായി പണം കിട്ടിയതിനെ പറ്റിയിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്നാണ്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഭാര്യയുടെ പെൻഷൻ കൊണ്ട് ബംഗളൂരുവിൽ ബിസിനസ് തുടങ്ങാൻ കോടികൾ മുതൽ മുടക്കാൻ കഴിയുന്നു എന്ന് കേൾക്കുന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ ലാലു പ്രസാദ് യാദവിനെ കടത്തിവിട്ടിരിക്കുന്നു. നിങ്ങൾ DMKയുടെ നേതാവ് MK സ്റ്റാലിനെ കടത്തിവെട്ടിയിരിക്കുന്നു. നിങ്ങൾ ആന്ധ്രയിലെ അഴിമതിക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ കടത്തിവെട്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിലേക്ക് കേരളം നമ്പർ 1 ആയിരിക്കുന്നു. നിങ്ങൾക്ക് മാസപ്പടിയായി കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ കുത്തക മുതലാളിമാരിൽ നിന്ന് ലഭിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ മറ്റ് നേതാക്കളുടെ കാര്യം വരുമ്പോഴെല്ലാം പാർട്ടി അച്ചടക്കത്തിന്റെ വാൾ ഉയർത്തും. പിണറായി വിജയന്റെയും മകളുടെയും മരുമകന്റെയും കാര്യം വരുമ്പോൾ പാർട്ടിയിൽ അച്ചടക്കവുമില്ല, പാർട്ടി ലൈനുമില്ല. പിണറായി വിജയന്റെ സിൽബന്ദികളായി പെട്ടിപിടുത്തക്കാരായി കേരളത്തിലെ CPMന്റെ നേതാക്കന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദില്ലിയിലെ CPM നേതാക്കന്മാരുടെയും ചെല്ലും ചെലവും നടത്തുന്നത് പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതിയുടെ പണം കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ഒരു ചില്ലിക്കാശിന്റെ അഴിമതി നടത്താതെ എങ്ങനെ ഭരിക്കാമെന്ന് തെളിയിച്ചു. കഴിഞ്ഞ 8 വർഷവും ഖജനാവ് കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിയമസഭയിൽ പല കള്ളത്തരങ്ങളും ഇവർ പറയുന്നുണ്ട്. ഇന്ന് നിയമസഭയിൽ നമ്മുടെ ദേവസ്വം മന്ത്രി ശബരിമല തീർത്ഥാടകരോട് അങ്ങേയറ്റത്തെ മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ശബരിമലയിൽ 18 മണിക്കൂർ 24 മണിക്കൂർ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ വീണ ഭക്തന്മാര് തിരിച്ചുപോയി. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമെല്ലാം വന്ന 10,000-കണക്കിന് ഭക്തന്മാർ 24-36 മണിക്കൂർ ക്യൂ നിന്നിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ഒരടിസ്ഥാന സൗകര്യങ്ങളുമില്ല. അങ്ങനെ തിരിച്ച് പമ്പ ഗണപതി കോവിലിൽ വന്ന് മാലയൂരി തിരിച്ചുപോയവരെ കുറിച്ച് നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അവരെല്ലാം കപടഭക്തന്മാരാണെന്ന്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കളുടെ കയ്യിൽ എന്ത് ആയുധമാണ്, എന്ത് ഉപകരണമാണുള്ളത് ഭക്തി അളക്കാനുള്ളത്? ശബരിമല തീർത്ഥാടകർ അവർ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് 18-ാം പടി കയറാൻ മുടക്കം വന്നാൽ അവർ മാലയൂരി തിരിച്ചു പോകുക എന്നുള്ളത് ശബരിമല ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ശബരിമല തീർത്ഥാടകരെ കപടഭക്തന്മാരെന്ന് ആക്ഷേപിച്ച ശ്രീ രാധാകൃഷ്ണനെ പോലുള്ള നാറിയ ദേവസ്വം മന്ത്രിമാരാണ് കേരളത്തിന് അപമാനമായിട്ടുള്ളത്.
മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യമാണെങ്കിൽ രാധാകൃഷ്ണൻ ഇങ്ങനെ പറയുമോ? ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായം, ഹിന്ദുക്കൾ, ശബരിമല തീർത്ഥാടകർ ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയാണെന്നാണ് ഈ നാണംകെട്ട മന്ത്രിമാർ വിചാരിക്കുന്നതെങ്കിൽ അതിവിടെ നടപ്പില്ല എന്നാണ് കേരള പദയാത്രയ്ക്ക് പറയാനുള്ളത്. ഇത്തരം തെമ്മാടിത്തങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറയാനുള്ളത്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു സന്തോഷവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ഇവിടെ എല്ലാവരും അതിനെ അനുകൂലിച്ചു. മുസ്ലിങ്ങൾ അനുകൂലിച്ചു, ക്രിസ്ത്യാനികൾ അനുകൂലിച്ചു, SNDPക്കാർ അനുകൂലിച്ചു, NSSകാർ അനുകൂലിച്ചു, ധീവര സഭക്കാർ അനുകൂലിച്ചു, പട്ടികജാതി സംഘടനകൾ അനുകൂലിച്ചു. അങ്ങനെ എല്ലാ കേരളത്തിലെ സംഘടനകളും അനുകൂലിച്ചു. കോൺഗ്രസും CPM-ഉം മാത്രം അതിനെ എതിർത്തു. എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? മലയാളികൾ ഒന്നടങ്കം അതിനെ അനുകൂലിച്ചിട്ടും നിങ്ങൾ വോട്ട് ബാങ്കിന് വേണ്ടിയാണ് അതിനെ എതിർത്തത്. പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിം വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വേണ്ട. ഇത് 2 ദിവസം കഴിഞ്ഞാൽ നരേന്ദ്രമോദി അബുദാബിയിലേക്ക് പോവുകയാണ്. അവിടെയും യജമാന സ്ഥാനത്തിരിക്കാൻ പോവുകയാണ്. അവിടെ ഉയരുന്ന മഹത്തായ ഒരു ക്ഷേത്രത്തിന്റെ യജമാന സ്ഥാനത്തും നരേന്ദ്രമോദിയാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, അബുദാബിയിലും നരേന്ദ്രമോദി യജമാനനാണ്. ഇപ്പൊ ഗ്യാൻവാബിയിലെ കോടതി വിധി വന്നിരിക്കുന്നു. അയോധ്യ മാത്രമല്ല, കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് KK മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ഉത്ഖനന ശാസ്ത്രജ്ഞനായിട്ടുള്ള, ഖനനം നടത്തുന്നതിൽ വിദഗ്ധനായിട്ടുള്ള, അയോധ്യയിലെ ഉത്ഖനന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ KK മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കാശിയും മധുരയും ഹിന്ദുക്കൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന്. ഇന്നിപ്പോൾ കോടതി വിധിയും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കുരുവൊട്ടുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇനി അസ്വസ്ഥരാകേണ്ടി വരും. അയോധ്യയിൽ മാത്രമല്ല, ഈ രാജ്യത്തുടനീളം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരാകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആ ഗംഗാ പ്രവാഹം കേരളത്തിലേക്കും മലയടിച്ചു വരികയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളം ബാലികേറാം മലയല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ കേരള പദയാത്ര കടന്നു പോകുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം അണിനിരക്കാൻ മലയാളികൾ ആവേശത്തോടെ തയ്യാറായി. കേരളം ആവേശത്തോടെ നടന്നെടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാലത്താണ് കേരള പദയാത്ര പോകുന്നത്. കേരള പദയാത്ര LDF-ന്റെയും UDF-ന്റെയും അഴിമതി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ളതാണ്. കേരള പദയാത്ര വികസന വിരുദ്ധ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ളതാണ്. കേരള പദയാത്ര വർഗീയ പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ളതാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ളതാണ്. കേരള പദയാത്ര സദ്ഭരണം കൊണ്ടുവരാനുള്ളതാണ്. കേരളത്തിലും മോദിയുടെ കരസ്പർശം, മോദിയുടെ കരുതൽ, മോദിയുടെ കൈത്താങ്ങ്, മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞ ഒരു പദയാത്രയാണ് കേരള പദയാത്ര. അതിനെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാരുടെ മുമ്പിലും കൈകൂപ്പി വണങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബോലോ ഭാരത് മാതാ കി ജയ്. ഉദ്ഘാടന ഭാഷണമാണ് അടുത്തത്. അതിനു മുമ്പ് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ ചൈത്രം നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രജിയെ ഷാൾ അണിയിക്കുകയാണ്. അദ്ദേഹത്തെ ഷാൾ അണിയിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ രാജിവെച്ച് ഇന്ന് BJP-യിൽ ചേർന്നിട്ടുണ്ട്. ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ഹർഷജിത്ത് കുറുപ്പ് വള്ളിയാട് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനെ ഹാരാർപ്പണം ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. ഹർഷജിത്ത് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം ബിർള ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ദക്ഷിണ ഭാരത വ്യവസായ ഗ്രൂപ്പ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുകയാണ്. സ്വാഗതം, സുസ്വാഗതം. BJP-യിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. പയ്യോളിയിൽ നിന്നും ഒരു കുടുംബം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്.
അവർക്ക് കൂടി ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെ സാദരം ക്ഷണിക്കുകയാണ്. जय बोलो भारत माता की. സ്വാഗതം സുസ്വാഗതം. ബിജെപിയിലേക്ക് സ്വാഗതം. ദേശീയതയിലേക്ക് സ്വാഗതം. വന്ദേ മാതരം. അടുത്തതായി ഉദ്ഘാടന ഭാഷണമാണ്. നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയും കർണാടക മുൻ മുഖ്യമന്ത്രിയും ബാംഗ്ലൂർ നോർത്ത് MP-യുമായിട്ടുള്ള BJPയുടെ സമുന്നത നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ സദാനന്ദ ഗൗഡാജിയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വടകര പ്രദേശത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ. ഇത്ര സംസാരിച്ചാൽ നന്നായിട്ട് മലയാളം വരുന്നില്ല. അങ്ങനെ ആയാലും ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷರ ആദേശമായിരുന്നു, നിങ്ങൾ മലയാളത്തിലേ സംസാരിക്കണം, അവിടെ ഇവിടെ തട്ടായാലും ഞങ്ങളെ ആൾക്കാർ നിങ്ങളെ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് പ്രയാസം ആക്കുന്നു. എന്തായാലും തട്ടായാലും വടക്കരൻ്റെ എൻ്റെ സഹോദരന്മാരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഒരു അദ്ഭുത യാത്രയാണ്. ഇതൊരു പരിവർത്തന യാത്രയാണ്. കേരളದ രാജകീയ ഇതിഹാസത്തിൽ ഒരു പുതിയ ഒരു സ്റ്റെപ്പ് വെക്കുന്ന ഒരു രാജനീതിക്ക് അനുഗുണമായിട്ട് ഈ ഒരു പരിവർത്തന യാത്ര പോകുന്നുണ്ട് എന്ന് എനിക്ക് നിങ്ങളെ ആൾക്കാർ ബാംഗ്ലൂരിലുണ്ട ആൾക്കാർ പറഞ്ഞു. ഞങ്ങളെ സംസ്ഥാന അധ്യക്ഷ സുരേന്ദ്രജി, എൻ്റെ മിത്രം, ഈ ಒಂದು ಕಾರ್ಯಕ್ರಮത്തിൻ്റെ അധ്യക്ഷ ಶ್ರೀಶನ್ ಮಾಸ್ಟರ್ಜಿ, PK ಕೃಷ್ಣಪ್ರಸಾದ್ಜಿ, MT ರಮೇಶ್ಜಿ, ಬಾಬು पोतम पाराजी, संतोष कलियत जी, MN गिरी जी और हमारा ഞങ്ങളെ NDA മിത്രഗണ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ പേരെല്ലാം ഞാൻ പറയാൻ പോകുന്നില്ല. ഇലക്ഷൻ ആയ മീത്തെ കേരളത്തിലെ ഒരു പുതിയ BJP എൻട്രി ആയ മീത്തെ ഒരു വലിയ സമാരംഭം ഉണ്ടല്ലേ, അതിൽ എല്ലാവരുടെ പേര് ഞാൻ പറയാൻ പോകുന്നുണ്ട്. ഞാൻ ബാംഗ്ലൂർ നോർത്തിൻ്റെ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫ്രം ബാംഗ്ലൂർ നോർത്ത്. ബാംഗ്ലൂരിൽ ഒരു 5 ലക്ഷം മലയാളി സഹോദരന്മാർ ബാംഗ്ലൂരിലുണ്ട്. എൻ്റെ ബാംഗ്ലൂർ നോർത്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1.5 ലക്ഷം ആൾക്കാരുണ്ട്. സുരേന്ദ്രൻ, ഞങ്ങളെ കൃഷ്ണദാസ് എപ്പോഴും എൻ്റെ ഇലക്ഷനൊക്കെ അവിടെ വരും. BJP ഇലക്ഷനൊക്കെ എപ്പോഴും വരും. ബന്നിട്ട് എല്ലാ സഹോദരന്മാരോട് പറയൂ BJPക്ക് വോട്ട് ചെയ്യണമെന്ന്. എനിക്ക് എപ്പോഴും ഒരു ആശ്ചര്യം, കർണാടകത്തിൽ സ്പെഷ്യലി ബാംഗ്ലൂരിലുണ്ട് ആൾക്കാർ 5 ലക്ഷം മലയാളി വോട്ടർമാരുണ്ട്. അതിൽ 80% വോട്ടർമാർ ഒരു BJPക്ക് ആശീർവാദം ചെയ്യുന്നുണ്ട്. അതെന്താ ഇത്ര 80% BJP ആൾക്കാർ, കേരളത്തിൻ്റെ ആൾക്കാർ കർണാടക വന്ന ഉടനെ BJPക്ക് വോട്ട് ചെയ്യും? അത് കേരളത്തിൽ എന്തപ്പാ അത് ഈ പരിപാടി? റിയലി ഐ വാസ് സർപ്രൈസ്ഡ്. ഞാൻ എപ്പോഴും ನಿಮ್ಮ ഓണം സമാരംഭം ഉണ്ടല്ലേ, ബാംഗ്ലൂരിലൊരു 10 ഓണം സമാരംഭം നടക്കും. എല്ലാ സമാരംഭത്തിനും ഞാൻ പോയില്ലെങ്കിൽ ഓറ് വിടില്ല. കാലത്ത് വന്നിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോകും. അവിടെ ഒരു വിശേഷമായ ആ ബന്ധുത്വ, ഒരു റിലേഷൻഷിപ്പ് ഈ കേരളത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും കേരളത്തിൻ്റെ അടുത്തന്നെ, സുരേന്ദ്രന് സ്പർദ്ധ ചെയ്യുമല്ലേ മഞ്ചേശ്വരത്തിൻ്റെ അടുത്തന്നെ എൻ്റെ വില്ലേജ് കർണാടകയിലുണ്ട്. എപ്പോൾ ഈ കേരളത്തിൻ്റെ ആൾക്കാർ ബാംഗ്ലൂരിൽ പറയാനുണ്ട്, സർ ഈ പ്രാവശ്യം കുറേ ചേഞ്ച് ഉണ്ട് കേരളത്തിൽ.
ഈ മോദി ഗ്യാരണ്ടി ഉണ്ടല്ലേ, എല്ലാ ആൾക്കാർ പറഞ്ഞിന് കേരളത്തിൽ അതേമാതിരി ഒരു ഗ്യാരണ്ടി വരണമെന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാർ ആലോചന ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പാത. അങ്ങനായിട്ട് സുരേന്ദ്രൻ പിടിച്ചു, ഞങ്ങളെ ഈ യാത്രയ്ക്ക് ഒരു ദിവസം നിങ്ങൾ വരണോ, ഒരു 10 നിമിഷം നിങ്ങൾ സംസാരിക്കണോ. കർണാടകത്തിൻ്റെ രാജകീയ വിദ്യമാനം, കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മോദി ഇലക്ഷനിൽ 28ൽ 25 സ്ഥാനം ഞങ്ങൾ ജയിച്ചു. ഈ പ്രാവശ്യം നിങ്ങൾക്ക് പറയുന്നുണ്ട് NDA പാർട്ട്നേഴ്സ് JDS ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 28ൽ 28 സ്ഥാനം BJPക്ക് ദക്ഷിണ ഭാരതത്തിന് കൊടുക്കുന്ന കർണാടകത്തിൽ. ഇത് ഗ്യാരണ്ടി, ഇത് ഏത് ഡൗട്ട് വേണ്ട നിങ്ങൾക്ക്. കോൺഗ്രസ് ഞാൻ പറയാൻ പോകുന്നില്ല, ഇതെന്തെന്ന് നിങ്ങൾക്കറിയാലേ. മോദീസ് ഗ്യാരണ്ടി ഇവിടെ കൂടെ എങ്ങനെയായി എല്ലാം പറഞ്ഞു. ഇപ്പോൾ സുരേന്ദ്രൻ ഞാൻ മറ്റേ പറയാൻ പോകുന്നില്ല. ഞാൻ കേരളത്തിൻ്റെ ബന്ധു കർണാടകയിലിരുന്ന ബാംഗ്ലൂരിലിരുന്ന ആൾക്കാരോട് ചോദിച്ചു, കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓർ പറഞ്ഞു അതെല്ലാം പെൻഡ്രൈവിലുണ്ട്, പിണറായി വിജയൻ അല്ലാതെ പെൻഡ്രൈവ് വിജയൻ എന്ന് പറഞ്ഞു. ഓർ എന്തെന്ന് പറഞ്ഞാൽ പുറത്ത് ആൾക്കാർക്ക് വോട്ട് കൊടുത്ത ആൾക്കാർക്ക് എന്തറിയല്ല ഉള്ളിൽ എന്തുണ്ട് എന്ത് നടക്കുന്നതെന്ന് ആർക്കറിയല്ല. എല്ലാ പെൻഡ്രൈവിൻ്റെ ഉള്ളിലേ ഉണ്ട്, അവരുടെ ഫാമിലിൻ്റെ ഉള്ളിലേ ഉണ്ട്, മോള് കയ്യിലേ ഉണ്ട്, മോന് കയ്യിലേ ഉണ്ട്, CM ഓഫീസ് കയ്യിലേ ഉണ്ട്, പിന്നെ എവിടെ ഇല്ല. അങ്ങനെയായിട്ട് ആർക്കും അറിഞ്ഞില്ല എന്ന്. ഈ യാത്ര ഉണ്ടല്ലേ, ഈ യാത്രൻ്റെ പിണറായി വിജയൻ്റെ A to Z ആക്ടിവിറ്റീസിൻ്റെ ഇതെല്ലാം ആൾക്കാർക്ക് അർപ്പിക്കുന്ന ഒരു യാത്രയാണ്. ഒരു പരിവർത്തന യാത്രയായിട്ട് മാറണോ, അതിന് വേണ്ടിയിട്ട് യാത്ര പോകുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഞാനും ഒരു മുഖ്യമന്ത്രി ആയിട്ടുണ്ടായി കർണാടകത്തിൽ. ഇവിടെ എപ്പോഴും പിണറായി വിജയൻ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല, ഇവിടെ എല്ലാം ലൂട്ടാക്കിയിട്ട് എല്ലാം എന്താക്കി. ഞാൻ പറയുന്നില്ല, അവർ പറഞ്ഞു. അങ്ങനായിട്ട് ഇവിടെ പൈസയുള്ള ആൾക്കാരെ അവിടെ പോകുന്ന എങ്ങനെ, അതിന് വേണ്ടിയിട്ട് കളു പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പൈസ കൊടുത്തില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു രാജിനാമ കൊടുത്തിട്ട് പുറക്ക് പോയിക്കോട്ടെ. അവരുണ്ട്, അവിടെ ഇരിക്കുന്ന ആവശ്യകത ഉണ്ട്. റിസോഴ്സ് മൊബിലൈസേഷൻ ആക്കണമല്ലേ. കേരള പറഞ്ഞാൽ ഇടീ സ്റ്റേറ്റിലെ ഇടീ കൺട്രിയിൽ ഇടീ ദേശത്തിലെ ഒരു ഇമേജ് ഉണ്ട്. ഈ പിണറായി 8,258 crores ടാക്സ് കളക്ഷൻ യു ഹാവ് നോട്ട് ഡൺ. ഈസ് ഇറ്റ് നോട്ട് യുവർ ഡ്യൂട്ടി? Resource mobilization is one of the important area of concern of the Chief Minister. ഇത് ആക്കിയിട്ടില്ല, പറയുന്നുണ്ട് പൈസ ഇല്ല. ഓരോ കൈമേ എത്ര എടുത്തുനിന്ന് എനിക്കറിയില്ല. അങ്ങനെയായിട്ട് അവിടെ കളക്ഷൻ ആക്കുന്നില്ല എന്ന് കാണുന്നു. CAG റിപ്പോർട്ട് കൊടുത്തത് ഇത്. GST കളക്ഷൻ 14,000 crore GST collection, state GST collection, it has been not collected by the state government. പിന്നെ പൈസ എവിടെ നിന്ന് വരും? ഉള്ളിലുണ്ട് പൈസ എല്ലാം പുറൻ്റെ ഉള്ളിലേക്ക് പോയി. കളക്ഷൻ ആക്കുന്ന പൈസ ഉണ്ടല്ലേ, അതിന് കളക്ഷൻ ആക്കിയിട്ടില്ല. പിന്നെ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവും സുരേന്ദ്രൻജി? പറഞ്ഞോളി, നിങ്ങൾ പറയണോ, യാത്രയിൽ പറയണോ. ദിസ് ഈസ് ദി ആക്ച്വൽ പൊസിഷൻ ഓഫ് ദി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി ചീഫ് മിനിസ്റ്റർ ഹാസ് അട്ടർലി ഫെയിൽഡ് ഇൻ റിസോഴ്സ് മൊബിലൈസേഷൻ. ഇത് അവിടെ പറയണോ. ഒരു പറയുന്ന 57,000 കോടി സെൻട്രലിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിർമ്മല സീതാരാമൻ ഞങ്ങളെ ഫൈനാൻസ് മിനിസ്റ്റർക്ക് ആശ്ചര്യമായി. 57,000 കോടിയാ, ഇത് എവിടെ നിന്ന് ഓർക്ക് ആ മാസ്റ്റർ പഠിച്ചിരുന്ന മാസ്റ്റർന്ന് അറിയല്ല എനിക്കെന്ന് പറഞ്ഞു. ഒരു എലിമെൻ്ററി സ്കൂളിൽ പഠിപ്പിക്കുന്നല്ലേ 1, 2, 3, ഓർക്ക് എന്ത് പഠിപ്പിച്ചിട്ടേ ഇല്ല. 57,000 കോടിയിൽ immediately our finance minister asked the chief secretary Kerala government, tell me what exactly the balance remaining from the central government. Central government finance release hakonalai procedures in the certain procedure utilization certificate kodukono. ಮುಂಬೆ ಕೊಡ್ತಾ ಪೈಸೆಯಲ್ಲಿ
ഇങ്ങനെ നിങ്ങളെ ചെലവ് ആയി. So this is the balance that has to come from the central government, that has to be set. Finally, it was detected 4,800 crore. That is also non-utilized and utilization certificate is not submitted. Nirmala Sitharaman പറഞ്ഞു അയച്ചോ, അക്കൗണ്ട്സ് അയച്ചോ. Within 3 days, within 72 hours, your money will be thrown to your face there at Kerala government and പറഞ്ഞു Nirmala Sitharaman. But till today, no clarification is given by the Chief Minister of Kerala. This is the state of affairs in Kerala state government. Then says that the central government has not releasing our funds, not giving our funds. This is the one aspect. I will come to the later stage. I will not take much time. But some statistics I am supposed to give you. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര പൈസ ഏതെല്ലാം കൊടുത്തിന് ഞാൻ പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ പുറപുറക്ക് പോകുമ്പോൾ ചോദിക്കൂ, അംഗനവാടിക്ക് എത്ര ബന്ധിനി, എല്ലാ പുറക്ക് പ്യൂർ വാട്ടർ കൊടുക്കുന്നുണ്ടല്ലേ, ടാപ്പ് വാട്ടർ അതിന് എത്ര കൊടുത്തിന്, നാഷണൽ ഹൈവേക്ക് എത്ര കൊടുത്തിന്, അതെല്ലാം ഞാൻ പറയുന്നു. ലേശം ഒരു I will take another 15 minutes. Law and order situation എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കേരളത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കിട്ടി. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നുണ്ട്, കേരളത്തിൽ പോസ്കോ കേസ് ഈ ചെറിയ മക്കളെ മേത്തെ നടക്കുന്ന 3,568 cases from January 1 to December. ഒരു കൊല്ലത്തിലെ 3,500 ചെറിയ മക്കളെ മീത്തെ ആ കേസ് റെക്കോർഡായത്. റെക്കോർഡ് ആവത് എത്ര ഉണ്ടാവും? ദിസ് ഇസ് ദി സിറ്റുവേഷൻ ഓഫ് ദ പെൺകുട്ടികളെ മീത്തെ 16,000 കേസ് രജിസ്റ്റേർഡ് ഫ്രം January 1 to December end 2023. നിങ്ങൾക്കറിയാം ശബരിമലയിൽ എന്തായിന്ന് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ആവശ്യകതയില്ല. ലോ ആൻഡ് ഓർഡേഴ്സ് ഗോൺ. ഞങ്ങൾ ബാംഗ്ലൂരത്തിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നിങ്ങൾ നാട്ടിൽ പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ പറയുന്നത്, അവിടെ പോയാൽ പിന്നെ വരാനേ ആവോ ഇല്ലെന്ന് ലേശ പേടിയുണ്ട്. അങ്ങനെ ഉണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കേരളത്തിൽ നിന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് മലയാളിക്കാർ പറയുന്നുണ്ട്. ദിസ് ഇസ് ദ സിറ്റുവേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇൻ കേരള. Financial situations which need to be taken care of by the Chief Minister, that has been not taken care of. Law and order is another situation. കേരളത്തിൻ്റെ ആൾക്കാർ എനിക്കറിയാം, ഹാർഡ് വർക്കേഴ്സ് കേരളത്തിൻ്റെ ആൾക്കാർ. ആൾക്കാർ എന്തായാലും കൊടുക്കണോ, അത് ഇത് കിട്ടണമെന്ന് അങ്ങനത്തതില്ല. എനിക്ക് പണിയെടുക്കാൻ അവകാശം തന്നാലും മതി, ഞാൻ ജീവിക്കാൻ എനിക്ക് താക്കത്തുണ്ടെന്ന് അത് കേരളത്തിൻ്റെ ആൾക്കാർ എവിടെ പോയാലും ഞങ്ങൾ കാണാം. ഹിമാലയത്തിൽ നിന്ന് പടുത്ത് കന്യാകുമാരി എവിടെ പോയാലും ഉണ്ട്. മലയാളിക്കാർ കാണാത്ത നാട്ടേ ഇല്ല. എവിടെ പോയാലും ഓരുണ്ട്. ഓരന്നെ ശ്രമിച്ചിട്ട് ഓരന്നെ ഇൻകം അർണാക്കിയിട്ട് ആ ജീവന ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ആക്കുന്നതിന് പരിപാടി. ഒരു 4 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് തരാം. ഈ ഉജ്ജ്വല യോജന നിങ്ങൾക്കറിയാം. ഒരു പുറത്തിൽ നിന്ന് മാതാക്ക് നിങ്ങളെ പെൺകുട്ടിക്ക് അറിയാം ആ പുറയിൽ എങ്ങനെ ആ സ്മോക്ക് ഫ്രീ ഒരു കുറേ ആക്കണമെന്ന് മോദിൻ്റെ ഇമേജ്. 8 crore, more than 8 crore people have been given this benefit across the country. Kerala stately, this is on Kerala state record. I am not referring any records from the center. I am once again I am telling, I am making it clear. ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഞാൻ കൊടുക്കുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇത് കേരളത്തിൻ്റെ സർക്കാർ അധീന റെക്കോർഡ്സ് ഉണ്ടല്ലേ, ആ റെക്കോർഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. 3.41 lakh people ഈ ഫ്രീ ഗ്യാസ് ബെനിഫിറ്റ് കിട്ടി കൊടുത്തിന് സെൻറ്ററിൽ നിന്ന്. നിങ്ങൾക്ക് അറിയാം PM ആവാസ് യോജന പുറേ 1,58,000 funding completely from the central government. നിങ്ങൾക്ക് അറിയാം സുരക്ഷാ സമൃദ്ധി 1,14,000 people have given this Sukanya Samruddhi Yojana.
പോഷൻ അഭിയാൻ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. ഞങ്ങൾ പ്രഗ്നൻറ്റ് വുമൻ ഉണ്ട്, ഈ സ്കൂൾക്ക് പോന്ന പിള്ളേരുണ്ട്, ഓർക്കെല്ലാം കൊടുക്കുന്ന പോഷക് അഭിയാൻ 22,77,000 women and children are given nutrition food by the Modi government, not by the state government. Then nearly health card, 5 ലക്ഷത്തിൻ്റെ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അറിയല്ലേ? കേരളത്തിൽ 7,37,600 people has been given, not 1 or 2. Health and Wellness Center, 100% the financial assistance is given by the central government, that is 6,081. Janaushadhi Kendra, I was the minister for Janaushadhi Kendra, Janaushadhi Yojana. During my tenure, I visited Mata Amrutanmay hospital ka paas ka that shop. Total in Kerala at present 50% to 90% less cost for the medicines. We have got 786 in Kerala alone. Just imagine, out of 10,000, 986 is in Kerala alone. 1 lakh crore benefits for the poor people has been given to Kerala people. Then Atal Pensioner scheme, 10 lakh people has been provided. Mutton street vendors, ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് നിങ്ങൾക്കെല്ലാം അറിയാം. ഓർക്ക് 10,000 ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുത്താൽ 10,000 ഒരു റീപേയ്മെൻറ്റ് ആക്കിയാൽ ഇൻട്രസ്റ്റ് ഫ്രീ 20,000 യു വിൽ ഗെറ്റ്. 20,000 കൊടുത്താൽ 50,000 കിട്ടും. 50,000 ബാങ്കിക്ക് പേയ്മെൻറ്റ് ആക്കിയാൽ 1 lakh നിങ്ങൾക്ക് ലോൺ കൊടുക്കാനുണ്ട്. ഏത് ഗ്യാരണ്ടി വേണ്ട, ഏത് ആൾക്കാർ വേണ്ട, ഒരു ആധാർ കാർഡ്, ഒരു ബാങ്ക് അക്കൗണ്ട്, 2 ഉണ്ടായാലും മതി. ഇങ്ങനത്തെ വലിയ സ്കീം നരേന്ദ്രമോദി കൊടുത്തിന്. ബാംഗ്ലൂരിൽ ഇവിടെ കേരളത്തിൽ total 62 crores 58 lakh amount has been dispersed in Kerala. Jeevan Bima Yojana 19 lakh 20,000, 6,000 to the farmers. ഇവിടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്. ഓർക്ക് എവറി ഇയർ 6,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഈ അഗ്രികൾച്ചറിസ്റ്റ് ഓർക്ക് കുറേ ആ ടൈംലി എമൗണ്ട് ഈസ് ഒരു അർജൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നത്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ലിസ്റ്റേ കൊടുത്തിട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ കുറ 36 lakhs 20,000 people has got the benefit of this. കിസാൻ സമൃദ്ധി സെൻറ്റർ, ഈ മെഷീനറി ബെനിഫിറ്റ് ഇപ്പോൾ ആൾക്കാർ ലേബർസ് കിട്ടുന്ന ലേശക്കുറവ്. ഇനി 1683 കിസാൻ സമൃദ്ധി സെൻറ്റേഴ്സ് ഓപ്പൺ ആക്കിയത്. ഗരീബ് കല്യാണ യോജന, വെരി ബിഗ് യോജന ബൈ ദ പ്രധാൻ മോദി ഗവൺമെൻറ്. 2,83,000 lakh metric ton food has been provided to Kerala alone. Just imagine. ഇവിടെ പെൻഡ്രൈവ് വിജയൻ പറയുന്നത് എന്താ, ഞാൻ കൊടുത്തത് സെൻട്രൽ ഗവൺമെൻറ്. നാഷണൽ ഹൈവേ ഞാൻ പറയാൻ പോകുന്നില്ല. 1,020 kilometers. കേരള ഒരു ചെറിയ സ്റ്റേറ്റ്, ചെറിയ സ്റ്റേറ്റ് ആയാലും കേരളത്തിൽ 1,020 kilometers, 1,65,000 crores has been spent for the national highways in Kerala alone. പിണറായി വിജയൻ പറയുന്നുണ്ട് എന്ത് കൊടുക്കുന്നില്ല എന്താ പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻസ് അപ്ഗ്രഡേഷൻ ഇപ്പോൾ പറഞ്ഞു, ഞങ്ങളെ അധ്യക്ഷജി പറഞ്ഞിപ്പോൾ 35 റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രഡേഷൻ ആക്കി. 2 വന്ദേ മാത്രം ട്രെയിന് കേരളത്തിനെ കൊടുത്തു. 2 കൊല്ലത്തിൽ ആൾമോസ്റ്റ് all the railway stations across Kerala will be upgraded. ഞങ്ങൾക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ ഓർക്ക് എന്ത് പറയാൻ സാധ്യതയില്ല, റെയിൽവേ ഓർതല്ലെന്ന് ഓർക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്
ഈ മുദ്രാ യോജന 1,40,000 crores ഹാസ് ബീൻ ഗിവൺ. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എന്ത് നിങ്ങളെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആധാരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്ര തന്നെ, ഞാൻ ജാസ്തി പറയാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലാ ആൾക്കാരും സ്വാഭിമാനത്തിൻ്റെ ജീവൻ നടക്കുന്ന ഒരു പരിപാടി, ഒരു ആഡളിത പാർട്ടി വേണം. കേരളത്തിൽ എല്ലാ ആൾക്കാർക്ക് ഈ സർക്കാർ യോജനയുണ്ടല്ലേ അതെല്ലാം അവർക്ക് ഡയറക്റ്റാಗಿ കിട്ടുന്ന പരിപാടി എടുക്കുന്ന ഒരു സർക്കാർ വേണം. ഇതിന് വേണ്ടിയിട്ട് എല്ലാ ഇപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാക്ക് സൊല്യൂഷൻ നിങ്ങൾ എല്ലാവരും മോദി ഗ്യാരണ്ടി അതെല്ലാം കൊടുത്ത ഗ്യാരണ്ടി, കൊടുക്കുന്നെന്ന് പറയുന്ന ഗ്യാരണ്ടി അല്ല, ഡിഫറൻസ് ഉണ്ടല്ലേ. കൊടുക്കുന്നെന്ന് പറയുന്ന ഗ്യാരണ്ടി വേറെ, ഞങ്ങളെ കൊടുത്തിട്ട് കാണിച്ചത് പിന്നെയും കൊടുക്കുമെന്ന് പറയുന്ന ഗ്യാരണ്ടി വേറെ. ദിസ് ഈസ് ദി ഗ്യാരണ്ടി that has been already implemented and it will be implemented and thereby the whole country will again. നിങ്ങൾക്കറിയാം വേൾഡ് ബാങ്ക് പറഞ്ഞു ഇന്ത്യ ഈസ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദി വേൾഡ് എന്ന് പറഞ്ഞു. ഒരു 10 കൊല്ലക്ക് മുമ്പേ എങ്ങനെ ഉണ്ടായി ഇന്ത്യ? ഒരു ഭിക്ഷാപത്ര പിടിച്ചോണ്ട് പോകണം, ഒരു ചെറിയ കൺട്രിക്ക് പോകണല്ലേ, അബുദാബിക്ക് പോയിക്കോട്ട്, അമേരിക്കക്ക് പോയിക്കോട്ട്, എന്തായാലും കൊടുക്കി എന്നൊരു ഭിക്ഷാപാത്രം എടുക്കുന്ന. ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാം കോവിഡ് സന്ദർഭത്തിൽ 120 കൺട്രിക്ക് മെഡിസിൻസ് കൊടുത്തത് അത് ഭാരത, അത് ഇന്ത്യ, അത് മോദിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തത്. 10 കൊല്ലಕ್ಕೆ മുമ്പേ ಭಾರತ എങ്ങനെ ഈ ഇപ്പോൾ 10 കൊല്ലം ഇപ്പോഴത്തെ ಭಾರತ എങ്ങനെ ഞങ്ങൾ ഇതെല്ലാം നോക്കണം. ഈ ಭಾರತ ഇന്ത്യ ഡെവലപ്പ് ആവണമല്ലേ, കേരളം ഡെവലപ്പ് ആണല്ലേ. നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞു, ഏതായാലും ഒരു സ്റ്റേറ്റ് ഇത് ഡെവലപ്പ് ആയില്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് എന്ന് പറയില്ല. ഏതേ പാർട്ടി റൂൾ ആക്കട്ടെ അത് എനിക്കല്ല. കേരള ഡെവലപ്പാണോ ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 15 ദിവസത്തിൽ 2 പ്രാവശ്യം വന്നല്ലേ പ്രൈം മിനിസ്റ്റർ. എന്തിനാ ആവശ്യകത? ഈ പിണറായി ഓരാ ഫേസ് നോക്കിയാൽ ഈ ബെർണക്ക് ആർക്കും മനസ്സാവില്ല. In spite of that, Modi has come. In spite of that, Modi has come. He thought that Kerala is part of our country. Kerala should be developed. Kerala's youth should be employed. Employment should be generated. Financial assistance should be given to Kerala so that Kerala should stand once again as one of the front runners across the country. ഇതിന് വേണ്ടിയിട്ട് മോദി വന്നു. ഇപ്പോൾ സുരേന്ദ്രന് അതിന് വേണ്ടിയിട്ട് ഓരോ നേതൃത്വത്തിൽ ഈ പാദയാത്ര ആക്കുന്നുണ്ട്. ഞങ്ങളുടെ വിഷൻ ഇത്, കേരളത്തിന് ഇങ്ങനെ ആക്കണോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ആശീർവാദം ചെയ്യണോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ വന്ന്. ഞാനും ആ കേരളത്തിൻ്റെ ആൾക്കാരുണ്ടല്ലേ, 5 lakh പീപ്പിൾ ഫ്രം കേരള, ബാംഗ്ലൂരിലല്ലേ, ഓരെല്ലാം എൻ്റെ പറഞ്ഞു പോകണോ, ഈ പ്രാവശ്യം പോകണോ, പറയണോ നിങ്ങളോ, ഞങ്ങൾ എന്ത് പറയുന്ന അതിന് അവിടെ പോയിട്ട് പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ വന്നത്. ദിസ് സർട്ടൻലി ഐ ഫീൽ ദാറ്റ് this is the only solution to change the government here. എനിക്ക് മുമ്പേ കോൺഗ്രസ് ഭയങ്കര കറപ്റ്റ് ഗവൺമെൻറ്, സെൻട്രലിൽ സ്റ്റേറ്റിൽ ഭയങ്കര കോൺഗ്രസ്. പിണറായി വിജയൻ ആലോചന ചെയ്തു എല്ലാത്തിലും ഫസ്റ്റ് വരണമല്ലേ, അങ്ങനായിട്ട് കോൺഗ്രസിൽ മുമ്പേ പോയിട്ട് കറപ്ഷനിൽ ഫസ്റ്റ് വരണമെന്ന് പറഞ്ഞിട്ട് പ്രയത്നം ചെയ്തു. അങ്ങനായിട്ട് കേരള ഈ പരിസ്ഥിതിക്ക് വന്നെന്ന് ഞാൻ ആലോചന ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ഇവിടെ വന്ന ആൾക്കാർ ഈ യാത്രയിൽ നിങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, നിങ്ങൾ അടുത്ത പുരയ്ക്ക് മറ്റുള്ള എല്ലാം പോയിട്ട് ഈ മോദി ഗ്യാരണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് കേരളക്കെന്ന് പറയണം. ഒരു ബദലാവണെ, ഒരു ചേഞ്ചസ് കൊണ്ടുവരണം. നിങ്ങളെ നെയ്ബറിങ് സ്റ്റേറ്റ് ഒരു 100% റിസൾട്ട് കൊടുക്കണം. 28 കൊടുക്കുമ്പോൾ നിങ്ങളൊരു 8 കൊടുക്കണ്ടേ? കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ വിടില്ല. നിങ്ങൾ ഈ പ്രാവശ്യം ആ ഒരു ഉത്സാഹം എല്ലാ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാം ഈ ഒരു യാത്രയിൽ ഭാഗവഹിച്ച് ഞങ്ങൾ മുമ്പ് ഈ ഇലക്ഷൻ വരുന്നുണ്ട്, ഏപ്രിൽ മേയിൽ ഇലക്ഷൻ വരുമ്പോൾ
എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയ നരേന്ദ്ര മോദിക്ക് ആശീർവാദ ചെയ്യണോ. ആശീർവാദ ചെയ്തിട്ട് പിന്നെ കേരള ഒരു അദ്ഭുത ഒരു സ്റ്റേറ്റായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫ്ലൂയൻസ് കിട്ടുന്നില്ല മലയാളത്തിൽ. ഈ ഇലക്ഷനിൽ ഒരു 2 പ്രാവശ്യം വരും, അപ്പോൾ പിന്നെ ഫ്ലൂയൻസ് കിട്ടും. നിങ്ങളൊക്കെ എല്ലാം വന്നിട്ട് എല്ലാം ആയിട്ട് ഞങ്ങൾ ഒരു പുതിയ ഗവൺമെൻറ് സ്ഥാപനമാക്കണം. ഇവിടത്തിൻ്റെ ഈ കറപ്ഷൻ ഒരു ഫ്രീ ഗവൺമെൻറ്, ദാറ്റ് ഈസ് ദി നീഡ് ഓഫ് ദി അവർ. നിങ്ങൾ ആലോചന ചെയ്തോ, 9.5 കൊല്ലം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ സെൻറ്ററിൽ ഒരു ചെറിയ കറപ്ഷൻ ചാർജ്, ഒന്ന് ചെറിയ കറപ്ഷൻ ചാർജ് മോദി ആയിക്കോട്ടെ, മോദിൻ്റെ മിനിസ്റ്റർ ആയിക്കോട്ടെ ഇണ്ട. അങ്ങനത്തെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണോ, അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ആശീർവാദം ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം പറഞ്ഞിട്ട് എൻ്റെ വാക്ക് നിൽപ്പിന്ന് ബോലോ ഭാരത് മാതാക്ക്. നമ്മുടെ ആ പിണറായി വിജയൻ്റെ കുറിച്ചുണ്ടല്ലേ, ഈ സൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണോ ബോലോ ഭാരത് മാതാക്ക്. ഓ, അവിടെ കുറേ ആൾക്കാർ എന്ത് ബോലോ ഭാരത് മാതാക്ക്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പദയാത്ര ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സദാനന്ദ ഗൗഡാജി ഉൾപ്പെടെ ഈ പദയാത്രയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ഇവിടെ ഇരിക്കണം. നേതാക്കന്മാർ കടന്നുപോയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. പുതുതായി രാജിവെച്ച് വന്ന ആളുകൾക്ക് സംസ്ഥാന അധ്യക്ഷൻ താഴെ നിന്ന് മന്ത്രങ്ങൾ ഹൃദയത്തുടുപ്പുകളാക്കാൻ വരൂ, അണിചേരൂ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന സന്ദേശവുമായി NDA ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇതുവഴി കടന്നുവരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വർത്തമാനകാലത്ത് വികസന മന്ത്രങ്ങൾ ഹൃദയത്തുടുപ്പുകളാക്കാൻ വരൂ, അണിചേരൂ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും കൈമുതലാക്കിയ കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടും കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ടും NDA ചെയർമാൻ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി വരുന്നു. വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വർത്തമാനകാലത്ത് വികസന മന്ത്രങ്ങൾ ഹൃദയത്തുടുപ്പുകളാക്കാൻ വരൂ, അണിചേരൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. 3.41 ലക്ഷം കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ സൗജന്യ പാചകവാതക സിലിണ്ടർ നൽകിയ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്ര ഇതുവഴി കടന്നുവരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ലോകം വിളിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ ചെകുത്താന്റെ പണിപ്പുരയാക്കി മാറ്റിയ ഇടതു ഭരണകൂടത്തിന്റെ നെറുകേടുകളും അഴിമതിയും കെടുകാര്യസ്ഥതയും തുറന്നു കാണിച്ചുകൊണ്ട് NDA ചെയർമാനും BJP സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഗ്രാമനഗരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവഴി വരുന്നു. വാഗ്ദാനങ്ങൾ